ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ബേസിനിൽ ഇട്ടിരിക്കുന്ന ഫിഷിനെ എടുത്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റാന്ന് വെച്ചിട്ട് മൊത്തം ഗ്രീൻ കളറായേ. അപ്പോൾ നമ്മൾ പച്ച കളറായതുകൊണ്ട് അതിനെല്ലാം മാറ്റി ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് വെള്ളം നിറച്ച് മാറ്റാമെന്നുള്ള പരിപാടിയാണ്. നമ്മൾ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളം നമുക്ക് എടുക്കാം, വേറെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. ആ വെള്ളമാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പിടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഫിഷുകൾക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചു. ഇനി നമുക്ക് അതിൽ നിന്ന് ഗപ്പീസിനെ പിടിക്കാം. അതിനകത്ത് ഏത് വെറൈറ്റിയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ നെറ്റിട്ടാണ് പിടിക്കാൻ പോണേ കേട്ടോ. ഈ നെറ്റ് ആദ്യം നമുക്ക് അതിന് മേളിൽ കുറച്ച് പായലൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി എടുത്ത് കളഞ്ഞേക്കാം. അത് ഇവിടെ മൊത്തം പെരുകി കിടക്കുക. അതും ചെടികളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. അപ്പുറത്തുള്ളതിലെല്ലാം ഫിഷുണ്ട്. അപ്പം നമുക്ക് കോരാം, കുറച്ച് കോരാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഇതാണ് ജാപ്പനീസ് ബ്ലൂ ടെയിൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഗപ്പിയാണ്. നമ്മളൊരു പെയർ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, കുറച്ചായി. 2 പെയർ വാങ്ങി. അതിൽ വെള്ളം ഒന്നും സെറ്റാകാനിട്ട് ഒരു പെയർ ഡെഡായി പോയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു പെയർ ഉണ്ടായിരുന്നത് കുട്ടിയിട്ട് അതിപ്പം ഒരു 3-4 പെയറുണ്ട് കൊടുക്കാൻ. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം നമ്മൾ അതിനകത്തുള്ള എല്ലാത്തിനെയും പിടിച്ച് ഒരു ബേസിനിലാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇതിൽ നോക്കിയാൽ കാണാം, മൊത്തം വെള്ളം, എല്ലാം കുറേ വെള്ളം പച്ചയായിട്ട്. ഇനി അതെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിക്കാം. അതിനകത്ത് വേറെ മീനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കപ്പ് എടുത്ത് മൊത്തം വെള്ളമെല്ലാം മാറ്റാം. വെള്ളമെല്ലാം മാറ്റിക്കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒച്ചുണ്ടല്ലോ, ഒച്ചൊക്കെ ഇതിൽ നിറയുണ്ട്. അപ്പോൾ അതെല്ലാം മുട്ടയിട്ട് വെച്ചേക്കുക സൈഡിൽ കൂടെ ഫുള്ള്. അതിന് നോക്കിയപ്പോഴാണ് ഒരു സൈഡിൽ മാത്രം കുറച്ച് ചെളി കിടക്കുന്നത്. അത് എന്നാന്ന് നോക്കിയപ്പോൾ ഇളക്കി നോക്കിയപ്പോഴാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, റെഡ് കളറിലൊരു പുഴു പോലെ. അത് ഈ ബ്ലഡ് വേംസ് ആണേ. ബ്ലഡ് വേംസ് നമ്മൾ പിന്നെ അല്ലാതെ കുറച്ച് പിടിച്ചപ്പോൾ വേറൊരു ഇതിനകത്ത് കണ്ടായിരുന്നു. അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഇതിനകത്ത് വിരലിൽ നോക്കിയാൽ കാണാം, ഒരു 2 എണ്ണം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നമുക്കതിനെ നമ്മുടെ ഗപ്പിക്കുട്ടന്മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിക്കുന്നുണ്ടോ നോക്കാം. പതിയെ ഇട്ട് നോക്കിയാൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇട്ട് നോക്കിയപ്പോൾ ഒരാൾ കണ്ടില്ലെന്നാണ് പോയി. ഒരാൾ വന്നൊരു കടി കൊടുത്തപ്പോൾ ഇതിനെ തുള്ളി. 2 പേര് കടിച്ച് ഉടനെ തന്നെ വലുത് വന്ന് പിടിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ ഇതിനുള്ള എല്ലാത്തിനും കൂടി നമുക്ക് നല്ലപോലെ കാണാനായിട്ട് നമ്മളൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫിഷ് ടാങ്കിലേക്ക് ഇവരെല്ലാവരും കൂടി നമുക്ക് പിടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും പിടിച്ച് നമ്മൾ ഇതിലേക്കിട്ടു. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, എല്ലാം നല്ലപോലെ ബ്ലൂ ആയിട്ട്, ജാപ്പനീസ് ബ്ലൂ ടെയിൽ എന്ന് അതിൻ്റെ പേര് കേട്ടോ. എല്ലാം നല്ല സൂപ്പറായിട്ട് ഓക്കെ നടക്കുന്നുണ്ട്. എല്ലാം മീഡിയം സൈസാണ്, വലുതായിട്ടില്ല. ഇപ്പോഴും കുറച്ചും കൂടി ആവാറുണ്ട്. എല്ലാം മീഡിയം സൈസാണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. മെയിലും ഫീമെയിലൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാവരും നല്ലപോലെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു പേരേ വാങ്ങിയിട്ടുള്ളൂ. 2 പേർ വാങ്ങിയായിരുന്നു. അതിലൊരു പേർ മുമ്പ് തന്നെ ഒരു ഇതിനകത്ത് ചത്തുപോയി. അപ്പോൾ ഈ ഒരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു പേർ നമ്മൾ ഇരുന്ന് ബ്രീഡായി ഇത്രയും കുട്ടികളായതാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ആൾ.
അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊക്കെ പിടിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഇട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.